നമ്മളൊക്കെ സാധാരണ ഒരു തട്ടിപ്പിനിരകളായാൽ പോലീസിനെ സമീപിക്കുന്നതാണ് പതിവ്. കൊല്ലം കൊട്ടാരക്കരയിലെ സോജിത്ത് തട്ടിച്ചെടുത്ത പണം തിരികെ കിട്ടാൻ നിരാഹാര സമരത്തിലാണ്. പണം തട്ടിയെടുത്തയാളുടെ വീടിന് മുന്നിലാണ് സോജിത്ത് കുടുംബസമേതം സത്യാഗ്രഹം കിടക്കുന്നത്. വിളക്കുപാറ സ്വദേശി സുബൈർ 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഇരു കാലുകളും തളർന്ന് കിടപ്പിലായ സോജിത്ത് ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് സമരമാർഗവുമായി രംഗത്തിറങ്ങിയത്. കിടപ്പാടം നഷ്ടപ്പെട്ട സോജിത്തും ഭാര്യയും 2 മക്കളുമാണ് സമരം ചെയ്തത്. വിളക്കുപാറ സ്വദേശി സുബൈർ ഇവരെ വഞ്ചിച്ച് 26 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സോജിത്ത് വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് 16 വർഷമായി ചികിത്സയിലാണ്. 7 ബസ്സുകളുള്ള സുബൈർ 2020-ൽ സോജിത്തിനെയും കുടുംബത്തെയും സമീപിച്ച് ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു 26 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. മരുന്നുൽപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നത് എന്ന് കാട്ടി 20 ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി. ബാക്കി 6 ലക്ഷം 10 ദിവസത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് 2 ദിവസത്തിന് ശേഷം എത്തിയ സുബൈർ മെഷീനറികൾക്ക് വലിയ വിലയാണെന്നും 20 ലക്ഷം രൂപ നൽകിയാൽ ഉടനെ ഒന്നിച്ച് തിരിച്ചു നൽകാമെന്നും പറഞ്ഞു. കൂടാതെ മാസം മരുന്ന് വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനം നൽകി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബൈറിനെതിരെ സോജിത്ത് പരാതി നൽകി. 3 മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് രേഖാമൂലം സുബൈർ ഉറപ്പു നൽകി. എന്നാൽ പണം നൽകാതെ സുബൈറും കുടുംബവും വിളക്കുപാറയിൽ നിന്ന് മുങ്ങുകയായിരുന്നുവെന്നാണ് ആരോപണം. ഞങ്ങൾക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത് മൊത്തം. അപ്പൊ ഇവിടെ കിടന്ന വിക്രമസഭ ഇതുപോലെ പറഞ്ഞപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു 8000 രൂപ ഞങ്ങൾ വാങ്ങിച്ചു തരാം, ചിലവർ അങ്ങോട്ട് നിങ്ങളൊരു വാടക വീടോ എന്തെങ്കിലും എടുത്തങ്ങോട്ട് നില്ല്, ഇത് ഇങ്ങോട്ട് വന്നാൽ അതിന് പൈസ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം വന്നില്ല. ഞങ്ങളെപ്പോ വന്നാലും ഇപ്പൊ മുങ്ങിക്കളയുക ചെയ്യുന്നു കാരണം. അങ്ങനെ ഞങ്ങള് അങ്ങ് പോയിട്ട് ഇവനെ വിളിച്ചില്ല. പൈസ ആയിരുന്നു വിക്രമസഭ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. പുള്ളിയെ വിളിച്ചാൽ പുള്ളി പറയുന്നത് ഏതവനാണ് പറഞ്ഞു വെച്ചാൽ അവന്റെ പോയി അടിച്ചോളൂ. സുബൈറും എന്റെ കൂടെ വന്ന സ്ഥലം കൊണ്ട് കാണിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തോണ്ട 10 ദിവസം ഏർപ്പാടല്ലേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ അഡ്വാൻസ് കൊടുത്തില്ല. ഈ പുള്ളി ഈ പൈസ എടുത്തുകൊണ്ട് പോയി അവിടെ പോയിട്ട് ആ സ്ഥലം കൂടെ വിറ്റ് പൈസ എടുത്ത് വലിച്ചു. AC സാർ ഒന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ച സമയത്ത് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് പൈസ തരാനില്ല, അല്ലെന്നുണ്ടെങ്കിൽ തരാനുണ്ടെങ്കിൽ ഞങ്ങൾ കോടതി മുഖേന മേടിച്ചു, കാരണം കോടതിയിൽ കയറി ഇറങ്ങി എന്നാ പറഞ്ഞത്. 1 വർഷം മുമ്പ് കടയ്ക്കലിൽ സുബൈർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ് സോജിത്തും കുടുംബവും ഇവിടെ എത്തി. അന്ന് കടയ്ക്കലിലെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഉടൻ പണം നൽകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സോജിത്തും കുടുംബവും മടങ്ങിപ്പോയി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സുബൈർ പണം നൽകാതെ ഒളിവിൽ പോവുകയായിരുന്നു. പുതിയൊരു ബസ് കൂടി ഇയാൾ നിരത്തിലിറക്കിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലാണെന്ന് പറയപ്പെടുന്നു. നയാ പൈസ നൽകിയില്ലെന്നാണ് സുബൈർ ഇപ്പോൾ പറയുന്നതെന്നും നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും സോജിത്തും കുടുംബവും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.